ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 7ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ആ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ചെറിയ കൈജുകളുടെ കൂട്ടം ഒരു സെക്ടറിലെ ഡിഫൻസ് ഫോഴ്സ് ഓഫീസർമാർക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ ലെനോയും ഇഹാറുവും മറ്റൊരു സ്ഥലത്ത് കൈജുവിന്റെ മൃതദേഹത്തിന്റെ മുന്നിൽ കുനിഞ്ഞിരിക്കുന്ന ഒരു വിചിത്രമായ മോൺസ്റ്റർ സ്വീപ്പർ തൊഴിലാളിയെ കണ്ടുമുട്ടുന്നു. ഇഹാറു ആ പ്രദേശത്ത് നിന്ന് പോകാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ അയാൾ അവരെ നോക്കുന്നു. ഇനി തുടർന്ന് മറ്റൊരിടത്ത് പുതിയതായി ജോയിൻ ചെയ്ത ആളെ വീണ്ടും കാണാതായതായി ക്ലീനിംഗ് ക്രൂ മനസ്സിലാക്കുന്നു. അയാൾ ആ സമയം ഒരു വിരൽ ഇഹാറുവിന് നേരെ ചൂണ്ടുകയും അത് ഉപയോഗിച്ച് ഇഹാറുവിന്റെ നെഞ്ചിലൂടെ തുളച്ചു കയറുന്ന ഒരു തരം പ്രൊജക്ടൈൽ കൊണ്ട് അവനെ വെടിവെക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ മനുഷ്യൻ അവരുടെ കൺമുന്നിൽ ഒരു ഹ്യൂമനോയിഡ് കൈജുവായി മാറുമ്പോൾ റെനോയും ഇഹാറുവും അത് കണ്ട് അത്ഭുതപ്പെടുന്നു. ഡിഫൻസ് ഫോഴ്സ് പരീക്ഷയ്ക്കിടെ ഷിനോമിയെ വീഴ്ത്തിയ കൈജു നമ്പർ 9 ആയിരിക്കും ഇത് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഓഫീസർമാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ കൈജു ആ പ്രദേശത്തെ വയർലെസ് സിഗ്നലുകളെല്ലാം വരുന്നതും പോകുന്നതും ഏതോ ഉപകരണം ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. കൈജു നമ്പർ 9 പഠിക്കുന്നതിനായി ഒരു ജീവനുള്ള ഡിഫൻസ് ഫോഴ്സ് ഓഫീസറുടെ ശരീരം ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ ആക്രമണം ഇവരെ കൊല്ലുന്നില്ലെന്ന് ആ കൈജു ഉറപ്പുവരുത്തുന്നു. എന്നാൽ ഷിനോമിയ നേരത്തെ കൈജു നമ്പർ 9ന്റെ ആക്രമണങ്ങൾ അതിന്റെ വിരലുകൾ ഉപയോഗിച്ചാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ റെനോ അതിന്റെ ആക്രമണങ്ങളെ ഒഴിഞ്ഞു മാറുന്നു. അവർക്ക് ഒറ്റയ്ക്ക് ആ കൈജുവിനെ നേരിടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ റെനോ ഇഹാറുവിനോട് ഓടിച്ചെന്ന് ആരെയെങ്കിലും സഹായത്തിനായി വിളിക്കുവാൻ പറയുന്നു. എന്നിട്ട് ഇഹാറു ചെന്ന് ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരുന്നത് വരെ ആ കൈജുവിനെ തടയാൻ റെനോ തീരുമാനിക്കുന്നു. ആ സമയം അവിടെ നിന്നും പോയെങ്കിലും ഇഹാറു നിരാശനാണ്. എന്തുകൊണ്ടാണ് അവൻ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നതെന്ന് അവൻ സ്വയം ചോദിക്കുന്നു. റെനോയ്ക്ക് ആ കൈജുവുമായി ഏറ്റുമുട്ടാൻ ഭയമുണ്ടെങ്കിലും കഫ്കയെ പോലെ നിസ്വാർത്ഥനാകാൻ അവനും ആഗ്രഹിക്കുന്നു. അവൻ തന്റെ സുഹൃത്തുക്കൾക്കു വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തുവാനും മടിക്കില്ല. അവൻ ആ കൈജുവിന്റെ ആക്രമണം പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവന്റെ റൈഫിൽ തകർക്കുന്നു. അതിനിടയിൽ ഓരോ ചുവടുവെപ്പിലും ഇഹാറുവിന്റെ നിരാശ വർദ്ധിക്കുന്നു. മീന ആഷുറോ തന്റെ ജീവൻ രക്ഷിച്ച ദിവസത്തെ താനായിരുന്ന അതേ വ്യക്തിയായി ഇപ്പോഴും അവൻ തുടരുമ്പോൾ ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് റെനോ എത്ര പെട്ടെന്നാണ് വളരുന്നതെന്ന് അവൻ ചിന്തിക്കുന്നു. കൈജു നമ്പർ 9 റെനോയുടെ ഷോട്ടുകളിൽ നിന്ന് എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറുകയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. റെനോയെ അത് കൂടുതൽ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവസാന നിമിഷത്തിൽ ഇഹാറു അവിടേക്ക് തിരിച്ചു വരികയും തന്റെ സുഹൃത്തിനെ അതിന്റെ ആക്രമണത്തിൽ നിന്ന് തള്ളി മാറ്റുകയും ചെയ്യുന്നു. എന്നിട്ട് റെനോയോട് അവൻ സംരക്ഷിക്കപ്പെടുന്നവനല്ല, മറിച്ച് സംരക്ഷിക്കുന്നവനാകുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ആ കൈജു നമ്പർ 9 അവരോട് അവരെ രക്ഷിക്കാൻ ആരും തന്നെ വരികില്ലെന്ന് പറയുന്നു. അതിനാൽ അവർ ആ കൈജുവിനെ ഒരുമിച്ച് ആക്രമിച്ച് കീഴടക്കുവാൻ തീരുമാനിക്കുന്നു. റെനോ ആക്രമിക്കുമ്പോൾ ഇഹാറു പുറകിൽ നിന്ന് ബാക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഇഹാറു ഒരു കണ്ടക്ടർ റൗണ്ട് വെച്ച് ആ കൈജുവിനെ ഷൂട്ട് ചെയ്യുകയും കൈജുവിന് അപ്പോൾ ഷോക്ക് അടിക്കുകയും ചെയ്യുന്നു. ഇഹാറുവിന്റെ ഈ പ്രവൃത്തി നമ്പർ 9 ദേഷ്യം പിടിപ്പിക്കുന്നു. അത് ഇഹാറുവിന് നേരെ ഫയർ ചെയ്യുന്നുണ്ടെങ്കിലും ഇഹാറു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ തക്കം നോക്കി റെനോ തന്റെ കോമ്പാക്ട് പവർ ആക്ടിവേറ്റ് ചെയ്യുകയും അവൻ സകല ദൈവങ്ങളോടും ഒരു നിമിഷത്തേക്ക് കൈജു നമ്പർ 9 നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അവന്റെ കോമ്പാക്ട് ഫോഴ്സ് മീന ആഷുറോനേക്കാളും വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ അവന്റെ സകല ശക്തിയും ഉപയോഗിച്ച് കൈജുവിന് നേരെ അലറിക്കൊണ്ട് ഫയർ ചെയ്യുന്നു. എന്നാൽ പുകപടലങ്ങൾ മാറുമ്പോൾ നമ്പർ 9 ചെറിയ കൈജുകളുടെ ശവശരീരങ്ങളുടെ മതിലിനാൽ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് റെനോ കാണുന്നു. അത് റെനോയെ പരിഹസിക്കുകയും സ്വന്തം പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ച് അവന് നേരെ ഫയർ ചെയ്യുകയും ചെയ്യുന്നു.
റെനോ അതിൽ ബാധിക്കപ്പെടുകയും നിലത്ത് വീഴുകയും ചെയ്യുന്നു. ഇതിനിടെ ഇഹാറുവിന്റെയും റെനോയുടെയും സുപ്രധാനമായ വൈറ്റൽ സിഗ്നലുകൾ നഷ്ടപ്പെട്ടതായി വൈസ് ക്യാപ്റ്റൻ സോഷിറോയ്ക്ക് ഒരു കോൾ വരുന്നു. ഷിനോമിയ ഈ വാർത്ത കേട്ട ഉടൻ കഫ്കയുടെ അടുത്തേക്ക് ഓടുന്നു. കൂടാതെ ഇത് കൈജു നമ്പർ 9 തന്നെയാണെന്ന് ഇരുവർക്കും മനസ്സിലാകുന്നു. റെനോ പരിക്കേറ്റ് തറയിൽ വീണെങ്കിലും നമ്പർ 9 ഇപ്പോഴും അവനെ ഒരു ലൈവ് സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. എങ്കിലും റെനോ അനങ്ങുന്നത് തടയാൻ അവനെ കൂടുതൽ പരിക്കേൽപ്പിക്കുന്നു. ഇത് കണ്ട് സഹിക്കുവാൻ കഴിയാതെ റെനോയെ സഹായിക്കാൻ ദൃഢനിശ്ചയത്തോടെ ഇഹാറു നിലത്ത് വീണ് കിടക്കുന്ന ഒരു റൈഫൽ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ഉപയോഗശൂന്യമായി തകർന്നിരിക്കുന്നു. അത് കണ്ട് തനിക്ക് ഒരു മനുഷ്യനെ മാത്രമേ ജീവനോടെ വേണ്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ആ കൈജു ഇഹാറുവിന് നേരെ ഫയർ ചെയ്യുന്നതിനായി ഒരു കൈ ഉയർത്തുന്നു. അപ്പോൾ ഭൂതത്തിന്റെയോ പിശാശിന്റെയോ രൂപത്തിലെങ്കിലും തന്റെ സുഹൃത്തായ റെനോയെ സഹായിക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് ദൈവത്തിനോട് ഇഹാറു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സഹായം എത്തുന്നു. എന്നാൽ അത് ഭൂതമോ പിശാശോ ഒന്നുമല്ല, ഇത് കൈജു നമ്പർ 8 ആണ്. ഇഹാറു വീണ്ടും ഞെട്ടുന്നു. കഫ്ക തന്റെ കൈജു ഫോമിൽ ഒരു പഞ്ചിലൂടെ നമ്പർ 9ന്റെ തല തെറിപ്പിക്കുന്നു. എന്നിട്ട് വൈകിയതിൽ റെനോയോട് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അബോധാവസ്ഥയിൽ കഫ്കയെ കാണുന്ന റെനോ അവൻ സംഭവിക്കാൻ ആഗ്രഹിക്കാത്തതാണിതെന്നും അവൻ വളരെ ദുർബലനായതുകൊണ്ട് കഫ്കയെ വീണ്ടും രൂപാന്തരപ്പെടാൻ പ്രേരിപ്പിച്ചുവെന്നും അവൻ കരുതി. ഇഹാറു ഞെട്ടലോടെ നോക്കി നിൽക്കവേ കഫ്ക തന്റെ സുഹൃത്തിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നു. അതിനിടയിൽ നമ്പർ 9 അതിന്റെ തലയെടുത്ത് ശരീരത്തിലേക്ക് തിരികെ വെക്കുന്നു. അതിനോട് പോരാടുവാൻ കഫ്ക തയ്യാറായി അതിന്റെ നേരെ തിരിയുന്നു. കഫ്ക താൻ കേട്ടതിനേക്കാൾ ശക്തനാണെന്നും അതിനാൽ തന്നെ കഫ്കയുടെ ശരീരത്തെപ്പറ്റി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും നമ്പർ 9 അവനോട് പറയുന്നു. വന്നത് എടുക്കടാ എന്ന് കഫ്ക മറുപടി പറയുന്നു. നമ്പർ 9 കഫ്കയ്ക്ക് നേരെ പ്രൊജക്ടൈലുകൾ ഫയർ ചെയ്യുമ്പോൾ അത് കഫ്കയുടെ ശരീരത്തിലൂടെ തുളച്ചു കയറുന്നു. എങ്കിലും അതിന് അവന്റെ ശരീരത്തെ തുളച്ചുകൊണ്ട് മറുവശത്ത് വരുവാൻ കഴിയുന്നില്ല. നമ്പർ 9 അതിന്റെ ഫയർ പവർ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ കഫ്ക ഒരുതരം എനർജി ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രൊജക്ടൈലുകളെയെല്ലാം തടയുന്നു. പിന്നെ കഫ്കയുടെ ഊഴമാണ്. കഫ്ക വേഗത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കൈജു നമ്പർ 9 ഇടിക്കുന്നു. കഫ്കയുടെ പഞ്ചുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് കൈജു നമ്പർ 9 മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൈജു നമ്പർ 9ന്റെ കോർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാരകമായ ഒരു ഹിറ്റ് കൂടി കഫ്ക നടത്തുന്നു. എന്നാൽ അപ്പോൾ തന്നെ മറ്റൊരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ സ്ഥലത്തെത്തി കഫ്കയുടെ ശ്രദ്ധ തെറ്റിക്കുമ്പോൾ ആ ഗ്യാപ്പിൽ നമ്പർ 9 സ്വയം ഹീൽ ചെയ്യുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഷിനോമിയ ഒരു കൈജുവിനോട് പോരാടുന്നു. അവൾ ഒരു ട്രാഫിക് സൈൻ എടുത്ത് കൈജുവിനെ പകുതിയായി മുറിക്കുന്നു. അപ്പോൾ കൈജു നമ്പർ 8 കണ്ടുവെന്ന് വിളി വരുമ്പോൾ തന്നെ അവൾ കഫ്കയെക്കുറിച്ച് ചിന്തിക്കുന്നു. കഫ്ക ഇപ്പോഴും തന്റെ കൈജു രൂപത്തിൽ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിശബ്ദമായ ഒരു ഇരുണ്ട ഇടവഴിയിലൂടെ വൈസ് ക്യാപ്റ്റൻ സോഷിറോ കഫ്കയ്ക്ക് നേരെ വരുന്നു. സോഷിറോ കഫ്കയെ നോക്കി പുഞ്ചിരിക്കുകയും തന്റെ ബ്ലേഡുകൾ ഉപയോഗിച്ച് ഒരു മിന്നൽ പോലെ കഫ്കയെ ആക്രമിക്കുകയും ചെയ്യുന്നു. കഫ്ക കഷ്ടിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഒഴിഞ്ഞു മാറുമ്പോൾ സോഷിറോ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നു. ശേഷം കൈജു നമ്പർ 8 വകവരുത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ താൻ കൃതാർത്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷിറോ അവന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നു. എന്തു വില കൊടുത്തും കൈജു നമ്പർ 8 ഇല്ലാതാക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെ സോഷിറോ തയ്യാറാകുന്നു. ഇവിടെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.